ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ലവ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്നലെ ഉണ്ടാക്കിയ ഉച്ചയൂണിൻ്റെ വിഭവങ്ങളൊന്ന് കണ്ടോക്കിയാലോ. ചോറിൻ്റെ കൂടെ കൂട്ടാനായിട്ട് നല്ല മീൻ ഉണ്ടായിരുന്നു. മീൻ കറി വെച്ചു, മീൻ മുളക് കറി വെച്ചു, പിന്നെ ചെറിയ മാമ്പഴം ഉണ്ടായത് മാമ്പഴ പുളിശ്ശേരി വെച്ചു, വെണ്ടക്ക തോരൻ ഉണ്ടാക്കി, മീൻ ഫ്രൈ ചെയ്തു, കുറച്ച് സാമ്പാർ വെച്ചു. ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല രുചികരമായ ഉച്ചയൂണാണ് ഇന്നലെ ഉണ്ടായത്. മാങ്ങയുടെ തൊലി കളഞ്ഞ് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾ, 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 കപ്പ് വെള്ളം ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. ഇതൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് മിക്സിയുടെ ചെറിയ ജാറിൽ 1/2 കപ്പ് തേങ്ങ ചിരവിയതും 2-3 കുഞ്ഞുള്ളിയും 2 പച്ചമുളകും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 1/4 കപ്പ് വെള്ളവും ചേർത്ത് അരച്ചെടുക്കാം. നന്നായി അരച്ചെടുത്തതിന് ശേഷം 1/4 കപ്പ് പുളിയില്ലാത്ത തൈര് കൂടി ചേർത്ത് ഒന്നുകൂടി അടിച്ചെടുക്കാം. അപ്പോഴത്തേക്കും മാമ്പഴം നല്ല തിളച്ച് വെന്ത് വന്നിട്ടുണ്ടാവും. അതിലേക്ക് ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. അരപ്പൊഴിച്ചതിന് ശേഷം നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. നല്ലവണ്ണം ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും കുറച്ച് കറിവേപ്പിലയും ചുവന്ന മുളകും വിട്ട് താളിച്ചിട്ട് ഒഴിച്ചു. അതിൻ്റെ ഇടയിൽ ഞാൻ ചോറും വെച്ചിട്ടുണ്ടായിരുന്നു. 2 കപ്പ് അരിയാണ് വെച്ചത്, കുക്കറിലാണ് വെച്ചത്. അതിൻ്റെ ഇടയ്ക്ക് ചോറും വെച്ചിട്ടുണ്ടായിരുന്നു. 2 കപ്പ് റൈസ് കുക്കറിലാണ് വെച്ചത്. കുക്കറിൽ 1/4 ഭാഗം തിളച്ച വെള്ളം ഒഴിച്ചിട്ടാണ് അരിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 2 വിസിൽ വരെയാണ് വേവിച്ചെടുത്തത്. അപ്പോഴത്തേക്കും ചോറ് റെഡി ആയിട്ടുണ്ട്. വെണ്ടക്ക തോരൻ ഉണ്ടാക്കാനായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2-3 കുഞ്ഞുള്ളിയും 3-4 വെളുത്തുള്ളിയും 2 പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാക്കി കടുകും ജീരകവും പൊട്ടിയതിന് ശേഷം കട്ട് ചെയ്തെടുത്ത വെണ്ടക്ക ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ചേർത്ത് ഒന്ന് നന്നായി മിക്സാക്കി എടുക്കാം. 2 ടേബിൾ സ്പൂൺ ചിരവിയ തേങ്ങയും കൂടി ചേർത്ത് നന്നായി മിക്സാക്കിയതിന് ശേഷം മൂടി വെച്ച് 1 മിനിറ്റ് വരെ മാത്രം വെച്ച് കൊടുത്താൽ മതി. അപ്പോഴത്തേക്കും വെണ്ടക്ക തോരൻ റെഡിയായി. അതിൻ്റെ ഇടയ്ക്ക് സാമ്പാറും ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. തലേ ദിവസം ഉണ്ടാക്കിയ സാമ്പാറാണിത്. മീൻകറി വെക്കാനായിട്ട് ചട്ടി ചൂടാക്കി 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്ത് കടുകും ഉലുവായും പൊട്ടിയതിന് ശേഷം സവാളയും തക്കാളിയും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. 1 ടേബിൾ സ്പൂണോളം വാളംപുളി കൂടി ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കണം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി, പൊടികൾ മിക്സാക്കിയതിന് ശേഷം 2 കപ്പ് വെള്ളം ചേർത്ത് മൂടി വെച്ച് ഒന്ന് തിളക്കാനായി വെച്ച് കൊടുക്കാം. ആ സമയം കൊണ്ട് പപ്പടം പൊരിച്ച് ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. മീൻ നേരത്തെ കട്ട് ചെയ്തെടുത്തപ്പാട് തന്നെ മസാലകളൊക്കെ തേച്ച് പിടിക്കാനായി വെച്ചിട്ടുണ്ട്. അതൊന്ന് ഫ്രൈ ചെയ്യാനായി ഇട്ട് കൊടുക്കാം. തിളക്കാനായി വെച്ച കറിയിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. മീനിൽ ഞാൻ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾ പൊടിയൊക്കെ ചേർത്ത് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്നുകൂടി തിളച്ചതിന് ശേഷം കറിയും റെഡിയായി കിട്ടും. മീനൊക്കെ തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും കറിയൊക്കെ റെഡിയായി, മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇന്നലെ ഉണ്ടാക്കിയ ഉച്ചയൂണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.